ജില്ലാ സമ്മേളനത്തിന് ശേഷം ഉടലെടുത്ത നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ രൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് പാർട്ടി അംഗങ്ങളുടെ എണ്ണം കണക്കാക്കിയുള്ള മാനദണ്ഡ പരിധിയുടെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി ഗഗാറിന് ഒരു ടേം കൂടി അവസരമുണ്ടായിട്ടും ഗൂഢാലോചന നടത്തി വെട്ടിനീക്കിയെന്ന പരാതി നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലുണ്ട്. ജില്ലയിലെ പ്രധാനിയായ നേതാവ് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തുവെന്നും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സമിതിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഇതിന് കൂട്ടുനിന്നെന്നും ആരോപിച്ചാണ് പുതിയ ജില്ലാ നേതൃത്വത്തെ എതിർക്കുന്നവർ പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിലും വെട്ടിനിരത്തൽ സാധ്യതയുണ്ടെന്ന വിവരം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പി ഗഗാറിനെ വെട്ടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ റഫീഖ് സെക്രട്ടറി പദവിയിലെത്തിയത്. വെട്ടിനിരത്തൽ സാധ്യതയുള്ളതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാതെയായിരുന്നു സമ്മേളനം അവസാനിച്ചത്. വയനാട് സമ്മേളനത്തിലെ വിഭാഗീയത നീക്കം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജന നേതൃത്വമെന്ന ട്രെൻഡ് മറ്റിടങ്ങളിൽ ചർച്ചയായി കൊണ്ടുവരാതിരിക്കാൻ 13 ജില്ലാ സമ്മേളനങ്ങളിൽ മുഴുനീളെ പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു. ജില്ലാ സമ്മേളനത്തിന് ശേഷം നടന്ന ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ 3 ചേരിതിരിഞ്ഞ് നേതാക്കൾ കൊമ്പുകോർത്തതും സംസ്ഥാന നേതൃത്വത്തിനു മുമ്പിൽ പരാതിയെ ലഭിച്ചിട്ടുണ്ട്. പുതിയ ജില്ലാ നേതൃത്വം അവഗണിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയനാടിന്റെ സംഘടനാ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുത്ത MV ജയരാജന് നൽകാനും സാധ്യതയുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പി ഗഗാറിന് പകരം ചുമതല നൽകുന്ന കാര്യവും നേതൃത്വം പരിഗണിക്കും. നിലവിൽ കേരള ബാങ്ക് ഡയറക്ടറായ പി ഗഗാറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യത.